പാലക്കാട്ടെ പരാജയത്തിന് പിന്നിൽ പരാജയത്തിന് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറിയെന്ന് വാർത്ത. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പിഴച്ച സംസ്ഥാന നേതൃത്വത്തിനും കെ സുരേന്ദ്രനുമെതിരെയാണ് പ്രധാനമായും ആരോപണങ്ങൾ. ഇങ്ങനെ പോയാൽ നഗരസഭാ ഭരണം പോലും കൈവിട്ടു പോകുമെന്ന് ജില്ലയിലെ ഒരു വിഭാഗം പറയുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനെതിരെ വാളെടുത്തു തുടങ്ങിയ ആളുകൾ. ഗുഡ് മോർണിംഗ്. ബി ജെ പിയിലാണ് പാലക്കാട്ടെ തോൽവിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. രണ്ടാം സ്ഥാനം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞെങ്കിലും അത് പക്ഷേ മൂന്നാം സ്ഥാനത്തിനും ഒരുപക്ഷെ അതിനും താഴേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചൊരു പ്രതീതിയാണ് ഇപ്പോൾ ബി ജെ പി ക്യാമ്പിൽ. കാരണം അത്രമേൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ്. സാധാരണ അണികൾ മുതൽ മുതിർന്ന നേതാക്കൾ, ദേശീയ കൗൺസിൽ അംഗങ്ങൾ വരെ, അനുഭാവികൾ വരെ നേതൃത്വത്തിനെതിരെ വാളോങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആദ്യം തന്നെ വെടിപൊട്ടിച്ചത് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനാണ്. അദ്ദേഹം 24 തന്നെയാണ് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ഇത്രമേൽ വലിയൊരു പരാജയം ഉണ്ടാകില്ലായിരുന്നുവെന്നും ഇങ്ങനെ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകണോ എന്ന് സി കൃഷ്ണകുമാർ തന്നെ ആലോചിക്കണമെന്നും താനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും സ്ഥാനാർത്ഥിയാകില്ലായിരുന്നു, ഒരു വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമായിരുന്നു തുടങ്ങിയ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. താഴെക്കടിയിലല്ല പ്രശ്നം, മേൽക്കൂരയ്ക്കാണ് ചോർച്ച എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കെ സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുള്ളതാണ്. നേതൃത്വം വിശദമായി ഇക്കാര്യങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പിന്നീട് കണ്ട മാധ്യമങ്ങളോടൊന്നും തന്നെ അദ്ദേഹം അത്രമേൽ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നില്ല. മയപ്പെടുത്തിയ ശേഷമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വാക്കുകളാണ് ആദ്യ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത്. ഇനിയിപ്പോൾ എൻ ശിവരാജൻ എന്ന് മാത്രമല്ല, പുറത്തു പറയാത്ത എന്നാൽ മാധ്യമങ്ങളോട് രഹസ്യമായി ഇക്കാര്യങ്ങൾ പറയുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ തോൽവിയിൽ, അതായത് ഇത്രയധികം വലിയ തോൽവി പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് നഗരസഭയാണ് നഗരസഭ അവർക്ക് വലിയ മുൻതൂക്കമുള്ള ഇടമായിരുന്നു. ആദ്യത്തെ ഒരു 3 റൗണ്ട് എണ്ണൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഘട്ടത്തിലും എൻ ഡി എക്ക് അവരുടെ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയാതെ പോയ സാഹചര്യമുണ്ടായി. പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞപ്പോൾ നഗരസഭയിൽ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ആ വോട്ടുകളൊന്നും തന്നെ കിട്ടിയില്ല. നമുക്ക് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായിട്ടുള്ളൊരു വിശകലനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് UDF വോട്ടുകൾ പൂർണ്ണമായി പോള് ചെയ്യപ്പെട്ടു. പൂർണ്ണമായി എന്നല്ലെങ്കിൽ പോലും ഒരു 90% പോള് ചെയ്യപ്പെടുമ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ കാര്യമായി കൊഴിഞ്ഞുപോയി എന്നുള്ളതാണ്. ഒന്നുകിൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല, അല്ലെങ്കിൽ അവർ മാറ്റി വോട്ട് ചെയ്തു. ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാകണം. അതാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബി ജെ പി ക്യാമ്പിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്ര വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അഴിച്ചുപണി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ നേതൃത്വത്തിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പാലക്കാട്ടിലെ പ്രശ്നങ്ങൾ കൂടുതൽ വിവാദ വിഷയമാകുകയാണ്.